ഇത് കുറച്ച് മാസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. വെക്കേഷൻ സമയത്ത് നാട്ടിൽ പോയപ്പോൾ എടുത്ത കുറേ വീഡിയോസ് ഇനിയും പോസ്റ്റ് ചെയ്യാതെ കിടപ്പുണ്ട്. നമ്മുടെ നാടും തെയ്യം കലാരൂപങ്ങളും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും അതൊക്കെ എൻജോയ് ചെയ്യാനും നേപ്പാളിൽ നിന്ന് ഞങ്ങൾക്ക് കുറെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ഫാമിലി തന്നെയാണ് അവര്. ഞങ്ങളുടെ ഫാമിലിയിലേക്ക് നേപ്പാളിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് വന്ന ഒരാളുണ്ട്. ആ ആന്റിയുടെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ട്രീറ്റ്. ഇതല്ലെങ്കിൽ മറ്റൊരു കാരണം, എല്ലാവരും ഒരുമിച്ച് നാട്ടിലെത്തുമ്പോൾ കൂടിച്ചേരാനാണോ നമുക്ക് കാരണങ്ങളില്ലാത്തത്, അല്ലേ? അല്ലെങ്കിലും ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഫാമിലി അതൊരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും കസിൻസ് ഒരുമിച്ച് കൂടുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബും ആ ഒരു ഫീലും അത് വേറെ തന്നെയാണ്. എന്തൊക്കെ കഥകളായിരിക്കും നമുക്കിപ്പോ പറയാനുണ്ടാവുന്നത്. ഇത് ഞങ്ങളുടെ പുതിയ വീടാ. ഞങ്ങളുടെ പണ്ടത്തെ വീട്ടിലെ നീളത്തിലുള്ള ഹാളായിരുന്നു. അപ്പൊ ഇതുപോലെ ഒത്തുകൂടുന്ന സമയത്ത് ഞങ്ങള് നീളത്തിൽ അങ്ങ് പാവിരിക്കും. എല്ലാരും കൂടി അങ്ങ് അടുത്തടുത്തടുത്തൊരു കിടപ്പുണ്ട്. അന്ന് നമ്മൾ ചെറിയ കുട്ടികളാണല്ലോ. നേരം വൈകി ഒരുപാട് നേരമായി കിടക്കുന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മളെ പിടിച്ച് കിടത്തുക. എന്നാലും നമ്മൾ ഉറങ്ങുമോ? കുറേ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അപ്പുറത്തൊന്ന് സൗണ്ട് വരും, ഉറങ്ങാറായില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ എന്താ ചെയ്യാ? പുതപ്പിന്റെ അകത്ത് കയറി കുശുകുശൂന്ന് സൗണ്ട് ഇല്ലാണ്ട് സംസാരിക്കും. എന്നിട്ടോ എവിടെ പറഞ്ഞു നിർത്തിന്ന് അറിയാണ്ട് തന്നെ നമ്മൾ ഉറങ്ങിപ്പോവും. കഥകൾ പലതായിരിക്കാം. സ്കൂളിലെ വിശേഷങ്ങളുണ്ട്, ഐസ്ക്രീം കഴിക്കാൻ പോയ കഥയുണ്ട്, പുതിയ ഉടുപ്പ് വാങ്ങിയ കഥകളുണ്ട്, എന്റേത് നീയിട്ടോ നിന്റേത് ഞാനിടാം എന്ന് തുടങ്ങിയ കരാർ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന ചർച്ചകളൊക്കെ ആയിരിക്കാം ആ പുതപ്പിന്റെ അടിയിൽ. ആരും കാണാതെ പച്ചമാങ്ങ പൊട്ടിച്ച് ഉപ്പും മുളകും ഇട്ട് തിന്നാനുള്ള പ്ലാനും ആ പുതപ്പിന്റെ അടിയിൽ നടക്കുന്നുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് പോവാൻ നേരത്ത് ഒരു ചോദ്യം കൂടി, മാമ ഇവളെ നാളെ എന്റെ വീട്ടിലേക്ക് വിടുവോ? എന്തൊക്കെ ഓർമ്മകളാണല്ലേ നമുക്ക്. അന്നത്തെ കർക്കശക്കാരായ മാമന്മാരൊക്കെ ഇന്നത്തെ പൂക്കി അപ്പാപ്പന്മാരാകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാ അന്നത്തെ കുട്ടികളൊക്കെ ഇന്ന് അച്ഛനമ്മമാരായി, മാമന്മാരായി, ഏമ്മമാരായി, മൂത്തമാരായി. എന്നിട്ട് വല്ല മാറ്റവും ഉണ്ടോ? ഇല്ല. നാട്ടിലെല്ലാരും കൂടി എത്തുമ്പോ പഴയതുപോലെ കൂടാനും വെളുക്കുവോളം ഇരുന്ന് കഥ പറയാനും ഒരു പുതപ്പിന്റെ അടിയിൽ കിടന്നുറങ്ങാനും ഇന്നും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്. പറയുന്ന കഥകളിൽ മാത്രമേ ഞങ്ങൾക്ക് മാറ്റം വന്നിട്ടുള്ളൂ. പിന്നെ നേരം വെളുക്കോളം ഇരുന്ന് കഥ പറഞ്ഞാലും ഉറങ്ങാറായില്ലേ എന്ന് ഇപ്പോഴാരും ചോദിക്കില്ല. അവർക്ക് മനസ്സിലായി കാണും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അന്നത്തെ 90s കിഡ്സ് ഒക്കെ ഇന്നത്തെ പാരന്റ്സ് ആണ്. ഉപദേശം ഹോൾസെയിലായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന നമ്മള് സ്വന്തം മക്കളോട് ഉപദേശിക്കുന്നത് കുറഞ്ഞു. ഈ ഒരു സ്ക്രീനിൽ തന്നെ 2 ജനറേഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പേടിയൊന്നും ഇന്നത്തെ കുട്ടികൾക്കില്ല. കാരണം എന്താ? അവരുടെ പാരന്റ്സ് എല്ലാം 90s കിഡ്സ് അല്ലേ. വല്ലപ്പോഴും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മക്കളോട് നിനക്ക് ഉറങ്ങാറായില്ലേ എന്ന ചോദ്യം ചോദിക്കാതെയായി. പണ്ടത്തെ വീരശൂര പരാക്രമങ്ങളൊക്കെ ഓരോന്നോരോന്നായി കുത്തിപ്പോക്കുമ്പോൾ കഥകൾ കേൾക്കാൻ ഏറ്റവും മുന്നിലിരിക്കുന്നത് നമ്മുടെ മക്കളൊക്കെ തന്നെയായിരിക്കും.